Hi all, welcome back. Today is a very special, vibrant day for us as we celebrate our 10th anniversary. This episode is powered by Bake Al Arab in Dubai, Saudi Arabia and Qatar. On this very special occasion, we have a very special guest for us. I would like to welcome the Saregama fame, playback singer, Bigg Boss finalist, none other than Mr. Akbar Khan. Welcome to our show, Akbar. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓ തീർച്ചയായും 3 സെഗ്മെൻ്റായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സരിഗമപ്പ. ഓക്കെ, 2020 സരിഗമപ്പ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം സരിഗമപ്പ ഷോയിൽ വരുന്നതിന് മുൻപുള്ള അക്ബറും അതിന് ശേഷമുള്ള അക്ബറും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവുമല്ലോ. എൻ്റെ ക്യാരക്ടറിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാള സിനിമയിലെ ലീഡിങ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിനൊക്കെ നമ്മുടെ വോക്കൽസ് അയച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ പിന്നെ അവരെ കാണാനൊക്കെ നമ്മൾ ട്രൈ ചെയ്യും. ഇപ്പോൾ ഈ ആക്സസ് ഭയങ്കര കുറവാണ്. നമുക്ക് ഇവരെ കാണാനും അല്ലെങ്കിൽ നമ്മുടെ വോയിസ് കേൾപ്പിച്ചു കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഗോപി സുന്ദർ, ഷാൻ റഹ്മാൻ, ഷാനിക്ക ഗോപിച്ചേട്ടൻ, ഇവർക്കൊക്കെ ഒരുപാട് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും നമുക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ല. പിന്നെ സരിഗമപ്പ എന്ന് പറയുന്ന ഷോയിൽ വന്നപ്പോൾ ഇവരൊക്കെ എൻ്റെ ജഡ്ജാണ്. അപ്പോൾ നമ്മൾ മെയിൽ അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് അവർ നമ്മുടെ വോയിസ് കേൾക്കുകയാണ്. അങ്ങനെ ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ സിനിമയിൽ പാടാൻ പറ്റിയെന്ന് മാത്രമല്ല, ആ ഷോ എനിക്ക് തോന്നുന്നു ഡിജിറ്റലി ഭയങ്കര റീച്ചായിരുന്നു. ഓഫ് കോഴ്സ് ആ ടീമും വർക്ക് അടിപൊളിയായിരുന്നു. സർഗോ സാർ, സുജാത ചേച്ചി, പാനല്, പിന്നെ നല്ല ഒരു ഡയറക്ഷനും എല്ലാം കൊണ്ടും ഒത്തുവന്ന ഒരു ടീമായിരുന്നു. അപ്പം അങ്ങനെ ആ ഷോ ഗംഭീരമായിട്ട് ഹിറ്റായി. പിന്നെ നമുക്ക് എവിടെ ചെന്നാലും തിരിച്ചറിയാം ആൾക്കാർ, ഒരുപാട് ഷോ. സംഭവം അത് കഴിഞ്ഞിട്ട് കോവിഡ് വന്നെങ്കിലും കോവിഡ് തീരുന്നതോട് കൂടിയിട്ട് വീണ്ടും ഈ എന്താ പറയുക, കോവിഡ് സമയത്ത് നമുക്ക് ഒരുപാട് മെസ്സേജ് വരുമായിരുന്നു. ഒരുപാട് പേരുടെ ഈ എന്താ പറയുക മെൻ്റൽ ട്രോമ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഈ ഒരുപാട് നഴ്സുമാർ, ഡോക്ടർമാർ, അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഒരു ഇതായിരുന്നു എന്ന് പറയാം, എന്താ പറയുക, ഒരു സ്ട്രെസ് റിലീഫായിരുന്നു നമ്മുടെ ഷോ. അങ്ങനെ പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് കണ്ട് അപ്പോൾ കോവിഡ് സമയത്ത് ഒരുപാട് പേര് വീണ്ടും കണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാവരുടെയും വീട്ടിലത്തെ ഒരു അംഗമായി മാറി, അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഒരാളായി മാറി. അപ്പം അങ്ങനെ ഒരുപാട് പേര് തിരിച്ചറിയുന്നു, ഷോസ് വരുന്നു, ലൈഫ് മൊത്തം മാറി അതിന് ശേഷം. അപ്പം ഈ കവാലി സ്റ്റൈൽ സോങ്സുകളാണല്ലോ അധികം തിരഞ്ഞെടുത്ത് പാടി. എല്ലാം മെലഡീസ് എല്ലാം ഉണ്ട്, പക്ഷെ എന്നാലും കവാലി സോങ് പ്രത്യേക ഒരു വൈബാണ് പാടുമ്പോൾ. അപ്പം അതിൽ ഏറ്റവും ഫേമസ് ആയത് കുൻ ഫയ കുൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് അടിപൊളിയായിരുന്നു ആ ഒരു ഇത്. അപ്പം അതൊരു നമ്മളിങ്ങനെ ചാറ്റിനെക്കാട്ടിലും കുറച്ചും കൂടി പ്രേക്ഷകർക്ക് ഇഷ്ടം എന്ന് പറയുന്നത് ഒരു 2 ലൈൻസ്. അപ്പം നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടൊന്ന് ഒരു 2 ലൈൻസ്. കദം ബഡാലേ हाथों को मिटा ले, आजा खालीपन में पीका कर तेरे बिन खाली, आजा खालीपन मेरे, तेरे बिन खाली, आजा खालीपन. അങ്ങനെ പോവത്. പിന്നെ നമ്മുടെ തും ഹി ഹോ എന്നുള്ള സോങ്, അതിൽ എന്താ പറയാ, ഒരു അക്ബറിന്റെ ഒരു സ്റ്റണ്ണിങ് ബ്ലോക്ക് ബസ്റ്റർ സോങ് ആയിരുന്നു അത്. ആ ഒരു സോങ് കഴിഞ്ഞതിന് ശേഷമുള്ള അപ്രിസിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി എന്താ പറയുക, ഇമോഷണൽ ആൻഡ് ടച്ചിങ് ആയിരുന്നു. നമ്മൾ ആസ് എ വ്യൂവേഴ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മൾക്ക് തന്നെ അതൊരു ടച്ചിങ് ആയിരുന്നു. അപ്പോൾ ആ ഒരു മൊമെൻറ്റ്സിൽ ആ സോങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാൻ സാധിച്ചു, സുജാത ചേച്ചി ആയാലും ഷാൻ റഹ്മാൻ ആയാലും ഗോപിച്ചേട്ടനായാലും ഒക്കെ വന്നിട്ട് ഹഗ് ചെയ്യുകയൊക്കെ ചെയ്യും. എങ്ങനെയായിരുന്നു? ഹൗ ഡു യു ഫീൽ? അങ്ങനെ ചോദിച്ചാൽ ഭയങ്കര ചില ഫീലിങ്സ് വി കാൺട്ട് എക്സ്പ്രസ്, റൈറ്റ്? ലൈക്ക് words cannot express the feelings. അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണത്. അതെനിക്ക് ഇപ്പോഴും എനിക്കത് പറഞ്ഞുതരാൻ അറിയില്ല. ഒരു വല്ലാത്തൊരു ഗൂസ്ബംസ് ആണ് റിയലി. അതിൽ ഞാൻ കേട്ടിട്ടുണ്ട് പറഞ്ഞ ഒരു മാപ്പിളപ്പാട്ട്. അതെ ആ ഒരു ഇറ്റ്സ് എ വെരി ടച്ചിങ്. കാരണം നമ്മൾ മാപ്പിളപ്പാട്ട് ഇഷ്ടം കൊണ്ടും പിന്നെ ചെറുപ്പത്തിൽ ഏറ്റവും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു ജോണറാണ് മാപ്പിളപ്പാട്ട്. നമ്മൾ ഒരു മുസ്ലിമായി ജനിച്ചു വളർന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യം പഠിക്കുന്നത് മാപ്പിളപ്പാട്ടായിരിക്കും, ഇപ്പോൾ മദ്രസകളിലും. അപ്പം നമ്മൾ ആ സമയത്ത് നമ്മൾ ഇപ്പോൾ കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഇത്
സ്റ്റേജിലൊന്നും നമുക്ക് അങ്ങനെ മാപ്പിളപ്പാട്ടിൻ്റെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ അതൊക്കെ അപ്പോൾ നമുക്ക് ആ ഒരു ഇതുണ്ടായിരുന്നു, ഈ ഒരു പാട്ട് നമുക്ക് പാടാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം. ഇങ്ങനെ അത് പറഞ്ഞ് അതൊരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അതുപോലെ ഓപ്പർച്യൂണിറ്റീസിനാണോ അതോ റെസ്പോൺസിബിലിറ്റീസിനാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഫീൽഡിൽ വന്നതിന് ശേഷം? എനിക്ക് തോന്നുന്നു ഇത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ എന്ന് പറയുന്ന മാതിരിയാണ്. ഓപ്പർച്യൂണിറ്റീസും റെസ്പോൺസിബിലിറ്റീസും രണ്ടും ഒരുപോലെ ഇമ്പോർട്ടൻ്റ്. അത് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കൽ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അതെ തീർച്ചയായിട്ടും. അതെ, നമ്മളെ വിശ്വസിച്ച് ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ അപ്കമിങ് വർക്ക് എന്താണെന്ന് ഈഗേർലി അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അടുത്തത് എന്താണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ ലൈവായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ കോണ്ടൻറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, അതും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒക്കെ വേണം. താങ്ക് യു. അപ്പോൾ ഇനിയിപ്പം പ്ലേ ബാക്ക് സിംഗർ ഒരു ഇതിൽ ലേബലിൽ നിൽക്കുകയാണ്. അപ്പം ഫസ്റ്റ് നമ്മൾ സ്റ്റുഡിയോയിൽ പ്ലേ ബാക്ക് സിംഗർ എന്നൊരു ലേബലിൽ എത്തിയപ്പോൾ ആ ഒരു മൊമെൻറ്റ്സ് എങ്ങനെയാണ് ഓർക്കുന്നത്? ഫസ്റ്റ് എന്നെ പാടിപ്പിക്കുന്നത് ഗോപി ചേട്ടനാണ്. മാർഗം കളി എന്ന് പറയുന്നത് അത് അത്യാവശ്യം ഹിറ്റായി ആ പാട്ട്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ച ഒരാൾ തന്നെ എന്നെ ഫസ്റ്റ് പടത്തിൽ പാടാൻ വിളിച്ചു. പിന്നെ സിത്താരേച്ചിയുടെ കൂടെ ആയിരുന്നു. പിന്നെ ആ പാട്ട് ഇപ്പോഴും എവിടെ ഷോയ്ക്ക് ചെന്നാലും ആ പാട്ട് രണ്ടുപേര് പാടിപ്പിക്കും ആൾക്കാർ. അപ്പോൾ അതൊരു വലിയ അനുഭവമാണ്. കാരണം എനിക്ക് അതിനകത്ത് 4 വരിയുള്ളൂ. ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സോങ് ആണത്. അതായത് സിത്താരേച്ചിയുടെ ആണ് പാട്ട്, ഒരു മെയിൽ സോങ് അല്ല അത്. അതിൻ്റെ ഹുക്ക് ലൈൻ മാത്രമാണ്. എനിക്ക് ആകെ 4 വരിയുള്ളൂ. അപ്പോൾ ഞാനിത് അതല്ല, ആ സോങ് ഫീമെയിൽ സോങ് ആണത്. അപ്പോൾ എനിക്ക് ആകെ ഈ 4 വരിയുള്ളൂ, ഒരു ഹുക്ക് ലൈൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഗോപിച്ചേട്ടനെ വെച്ചു, ഗോപിച്ചേട്ടാ എനിക്ക് 4 വരിയുള്ളൂ. അപ്പോൾ ഗോപിച്ചേട്ടൻ പറഞ്ഞു ഈ 4 വരി ആയിരിക്കും കത്താൻ പോകണമെന്ന് നോക്കുന്നു. പക്ഷെ പുറത്തിറങ്ങിയ സമയത്ത് ഈ 4 വരി ഭയങ്കരമായിട്ട് ഒരുപാട് സ്റ്റേജ് ഷോകളിലായാലും തന്നെയും അല്ലേ അത് ഒരുപാട് പാടേണ്ടതായിട്ടുള്ള അവസരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫ്യൂച്ചറിൽ സിനിമയിൽ പ്ലേ ബാക്ക് സിംഗർ എന്നുള്ള ലേബലിൽ നിൽക്കുന്ന സമയത്ത് അക്ബറിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്റ്റൈല് ക്രിയേറ്റീവ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? പ്ലേ ബാക്ക് സിംഗർ എന്ന് പറയുന്ന ലേബലിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്കൊന്നാമത് അങ്ങനത്തെ ഒരു ലേബലിൽ നിൽക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. അതായത് ഒരു നല്ലൊരു സിംഗറായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ പ്ലേ ബാക്ക് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ പ്ലേ ബാക്ക് അല്ലാത്തവരൊന്നും റെക്കഗ്നൈസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയൊന്നുമില്ല. പ്ലേ ബാക്കിലുള്ള ഒരു പ്ലേ ബാക്കിൽ അതല്ലെങ്കിൽ അല്ലാതെ നമ്മൾ നല്ലൊരു മ്യൂസീഷ്യനായിട്ടിരിക്കുക എന്നുള്ളതാണ്. അതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ നമ്മൾ ഓൺ കമ്പോസിഷൻ ആണെങ്കിലും വേറെ ആൾക്കാരുടെ വർക്കാണെങ്കിലും സിനിമ അല്ലാത്ത പാട്ടുകൾ, സിനിമയിലെ പാട്ടുകൾ ഒക്കെ നമ്മൾ ഒരുപോലെയാണ് കാണുന്നത്. ഇപ്പോൾ പ്ലേ ബാക്കിലാണെങ്കിലും ഇപ്പോൾ നമുക്ക് അധികം റെവല്യൂഷനൊന്നും അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ക്രിയേറ്റിവിറ്റി നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം നമ്മൾ വേറൊരാൾ കമ്പോസ് ചെയ്ത സോങ്ങാണ് നമ്മൾ പാടുന്നത്. പക്ഷെ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല. അവർ പറയുന്ന പോലെ അല്ല, നമുക്ക് ആ പാട്ടിനകത്ത് തൊട്ട് നമുക്ക് പറ്റുന്ന ഇംപ്രവൈസേഷനൊക്കെ കൊണ്ടുവരാം. പക്ഷെ അതിൻ്റെ കോറ് എന്ന് പറയുന്ന സാധനം ഓൾറെഡി സൃഷ്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അതിനകത്ത് കോറിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മളിപ്പോൾ സ്വന്തമായിട്ടൊരു പാട്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ. ഇപ്പം ഞാനിപ്പോൾ ഇപ്പോൾ മായ ദീവാനി എന്ന് പറഞ്ഞൊരു പാട്ട് ഇറക്കി, അതും നല്ല ഹിറ്റായിരുന്നു. അപ്പോൾ അതും ഈ പറയണത് പോലെ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ടീം ചെയ്തു തരണം. അപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്രോഗ്രാമിങ്ങും ഗിറ്റാർസ് എവിടെ പ്ലേസ് ചെയ്യണം അതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. അതാണ് ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് ഉണ്ടായിട്ടുണ്ടോ? അല്ല, അത് കുറേ ഉണ്ട്. അതൊന്നും ഇപ്പോൾ ഒരുപാടുണ്ട്. അതിപ്പോൾ ഇല്ലാത്തവരൊന്നും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും അതൊക്കെ എന്തായാലും അതിൻ്റേതായിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവും, അതിൻ്റേതായിട്ടുള്ള ഈഗോ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പിന്നെ പറയാൻ തുടങ്ങിയാൽ എല്ലാവർക്കും ഉണ്ടാവും അത് പറയാൻ, എനിക്ക് മാത്രമല്ല. ഇല്ല അങ്ങനെ അതൊക്കെ ഹാപ്പി മൊമെൻറ്റ്സോ? ഹാപ്പി മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഹാപ്പി മൊമെൻറ്റ്സ് ആണ്. ഇപ്പോൾ നമ്മൾ ലെജൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യുന്നു. ചിത്രേച്ചി, സുജാതേച്ചി, വിദ്യാജി, നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ ടി വിയിൽ മാത്രം കണ്ട് നിന്നിട്ടുള്ള ലെജൻസാണ് അതൊക്കെ. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത ബന്ധം സ്ഥാപിക്കുന്നു, അല്ലെങ്കിൽ അവരൊക്കെ ആയിട്ട് നല്ല സൗഹൃദത്തിലാവുന്നു. അതൊക്കെ ഒരു വലിയ അനുഗ്രഹമല്ലേ. അതാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ്. പിന്നെ നമ്മൾ ഒരുപാട് പേര് സ്നേഹിക്കുന്നു, നമ്മൾ പോലും അറിയാത്ത. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങുമ്പോൾ തന്നെ എത്രയോ പേര് വരുന്നു, സംസാരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ അവരുടെയൊക്കെ സ്നേഹം കാണുമ്പോൾ അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ മ്യൂസിക് ഡയറക്ടറിൻ്റെ കാഴ്ചപ്പാടും
അതോടൊപ്പം തന്നെ അക്ബറിൻ്റെ സ്വഭാവ ഈ ഗാനത്തോടുള്ള ആ ഒരു അതിൽ തമ്മിലുള്ള എന്തെങ്കിലും ഒരു ക്ലാഷസ് എപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മളെപ്പോഴും റെസ്പെക്ട് ചെയ്യുന്ന, ഒരിക്കലും അങ്ങനെ പല ടൈമിലും ഇപ്പം നമ്മൾ ഓരോ പിന്നെ നമ്മുടെ കുറേ ഭാഗ്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ വിളിക്കുന്ന സമയത്ത് കൊച്ചിയിലുണ്ടോ എന്നുള്ളതാണ്. അവൈലബിലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ കൊച്ചിയിലല്ലാന്നുണ്ടെങ്കിൽ എറണാകുളത്താണ് റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ പലപ്പോഴായിട്ട് ഗോപിച്ചേട്ടൻ വിളിക്കും, അക്ബർ കൊച്ചിയിലുണ്ടോ ചോദിക്കും. അപ്പോൾ ചേട്ടാ ഞാൻ കൊച്ചിയിലില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത സിംഗറെ വെച്ച് പാടിപ്പിക്കും. അങ്ങനെയാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ലൂസിഫറിൻ്റെ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് വിളിച്ചു. അങ്ങനെ ദീപകേട്ടൻ്റെ. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ ഞാൻ കൊച്ചിയിലില്ല സമയത്ത്. അപ്പോൾ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കാറിൽ അത്രയും സ്പീഡിലാണ് വരുന്നത്. പക്ഷേ ഞാൻ കൊച്ചി എത്തുമ്പോഴത്തേനും റെക്കോർഡിങ് ഫിനിഷിങ്. അപ്പോൾ നമുക്ക് ലൂസിഫർ എന്ന് പറയുന്ന വലിയൊരു ബ്രാൻഡിൽ അത്രയും വലിയ ലാലേട്ടൻ്റെ പടത്തിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയില്ല. അതിപ്പോൾ ചെറിയ ഒരു വലിയ കോറസ് ആണെങ്കിൽ പോലും പറ്റിയില്ല. അപ്പോൾ അങ്ങനത്തെ നമ്മൾ അതല്ലാതെ എല്ലാം നമ്മൾ റെസ്പെക്ട് ചെയ്ത് കാണുന്നതാണ്. അവൈലബിലിറ്റി ഒരു വലിയ ഘടകമാണ്. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടി ഹിപ്പ് ഹോപ്പായി മലയാളത്തിൽ. റാപ്പും മറ്റു കാര്യങ്ങളൊരു അതിപ്രസരമുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനത്തെ ഒരു റാപ്പ് ഇഷ്ടപ്പെടുന്ന, റാപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു സിംഗറാണെങ്കിലും അതല്ലാതെ അതിനകത്തൊരു വലിയ സംഭവമൊന്നുമല്ല ഞാൻ. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു വേറെ സ്പേസിലാണ്. അപ്പം അങ്ങനത്തെ ഒരു പാട്ട് വരുമ്പോൾ പാടും, അല്ലാത്തപ്പോൾ നമ്മൾ നമ്മുടെ ഓൺ കമ്പോസിഷൻസ് ഇറക്കും. അത്രേ ഉള്ളൂ. അത് വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല ആക്ച്വലി. ഇല്ല, ഞാൻ എല്ലാ ജോണറും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കേൾക്കും, അത് പാടാൻ ശ്രമിക്കും. ഇല്ല, എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് സോങ് ആണ് വെട്ടം സിനിമയിലെ മഴത്തുള്ളികൾ. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി, നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ, കാറ്റാലെ നിൻ ഈറൻ മുടി ചേരുന്നിതൻ മേലാകവേ, നീളുന്നൊരേ മൺപാതയേ തോളോടു പോയില്ലയോ. താങ്ക് യു. അടുത്ത നമ്മൾ ബിഗ് ബോസിലേക്ക് അല്ലേ? ബിഗ് ബോസിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. ബിഗ് ബോസിലെ എൻട്രി എന്ന് പറയുന്നത് ഒരു ശരിക്കൊരു എന്താ പറയുക സർപ്രൈസ് ആയിരുന്നിട്ടുണ്ടാവുമല്ലോ എൻട്രി. അത് എങ്ങനെയാണ് ചുരുക്കത്തിൽ പറയാം? അല്ല, അവർ അതിൻ്റെ ടീം എന്നെ കോണ്ടാക്ട് ചെയ്തു. ഇങ്ങനൊരു അതായത് ഫസ്റ്റ് ഒരു സൂം മീറ്റിംഗ് ഉണ്ട്, ഓഡീഷനാണ്. അവർ കുറച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവരെ സൂം കോൾ ചെയ്യും. അതിൻ്റെ ഓഡീഷൻ കഴിഞ്ഞാൽ പിന്നെ ഓഫ്ലൈൻ ഓഡീഷൻ, അതായത് ഡയറക്റ്റ് ഏഷ്യാനെറ്റിൻ്റെ സ്റ്റുഡിയോയിൽ അതിൻ്റെ രണ്ടാമത്തെ ഓഡീഷൻ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് തോന്നും അവരുടെ ഓരോ ചോദ്യങ്ങൾ, പ്രൊവോക്കിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മൾ അതിനെങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അതിനെങ്ങനെ നമ്മൾ റിപ്ലൈ കൊടുക്കുന്നൊക്കെ നോക്കിയിട്ടാണ് അവർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ പ്രോസസ്സ് കഴിഞ്ഞു. ഞാൻ അതിനകത്ത് കയറി. അത്ര ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറുമ്പം ഇതൊരു ഗെയിം എന്ന ചിന്തയായിരുന്നോ അതോ ഇതൊരു ലൈഫിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ളൊരു ജേർണി ആയിട്ടാണോ കണ്ടിരുന്നത്? രണ്ടും ഗെയിമാണെന്ന് മനസ്സിലുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ എന്താണെന്ന് അറിയുമോ, കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഒരു 3 കോടി ജനങ്ങളെങ്കിലും ഇത് കാണും. ഒരു 1/2 കോടി ജനങ്ങൾ മാറ്റി നിർത്തിയാൽ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അറിയുക എന്നുള്ളതാണ്. നമ്മളറിയാത്ത ആൾക്കാരിലോട്ടും നമ്മൾ അക്ബർ ഖാൻ എന്ന് പറയുന്ന ഒരു സിംഗർ ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിയിക്കുക എന്നുള്ളതാണ്. അത്ര എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഗെയിമിനകത്ത് ഒരുപാട് ഇപ്പോൾ പലരും പല ഡേർട്ടി ഗെയിംസൊക്കെ അവിടെ കളിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കഴിഞ്ഞു. അതെല്ലാം അവിടെ തീർന്നു. ബിഗ് ബോസിൽ ഏറ്റവും രസകരമായ നിമിഷങ്ങളുണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരുപാടുണ്ട്. അതായത് ഇപ്പോൾ ഞാനും അപ്പാനിയും ആര്യനൊക്കെ ഒരു ബെഡിൽ കിടക്കുന്ന ഒരു സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഭയങ്കര ഹോസ്റ്റൽ ലൈഫ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നമ്മൾ അപ്പുറത്ത് പിന്നെ എന്ന് വെച്ചാൽ എല്ലാവരും ഒരു ഹാളിലാണല്ലോ, ഒരു ബെഡ്റൂമിനകത്താണല്ലോ എല്ലാവരും, ആൺ പെൺ വ്യത്യാസമില്ലാതെ. അതാണല്ലോ അവർ പുറത്തോട്ട് പോർട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഒരു ഇക്വാലിറ്റി. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരേ സമയം അപ്പോൾ നമ്മൾ ആ സമയത്ത് രാത്രിയിലൊക്കെ നമ്മൾ പലരും അങ്ങോട്ട് കൊണ്ട് കളിയാക്കുന്നത് ശരിക്കും ഒരു ഹോസ്റ്റൽ ലൈഫ് ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു മെമ്മറി ആയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രോൾ ചെയ്യുക, കളിയാക്കുക, അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയത്. ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ.
5 ഫൈനലിസ്റ്റുകളിൽ ഒരാളായിരുന്നു. അപ്പം എന്തായിരുന്നു ആ ഒരു നിമിഷത്തെ ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ എന്തായിരുന്നു ഒരു ഫീലിംഗ്? ഇല്ല, ഞാൻ ഓൾമോസ്റ്റ് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഞാൻ ഫൈനലിൽ എത്തും എന്നുള്ളത്. കാരണം നമുക്ക് അപ്പോൾ അവിടെ ഗെയിമൊക്കെ കളിക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ളവരുടെ ഗെയിമൊക്കെ കാണുമ്പോൾ നമുക്കറിയാലോ, നമ്മളെ പറ്റിയിട്ടൊരു ധാരണ വരുമല്ലോ. ഫൈനൽ 5 ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു, പിന്നെ അപ്പോഴും നമുക്ക് വോട്ട് എല്ലാ വീക്കെൻഡ് വരുമ്പോൾ ടെൻഷനാവും, ഔട്ടാവോ എന്നുള്ള ടെൻഷൻ എന്തായാലും വരും. കാരണം വോട്ട് വേണമല്ലോ, നമ്മൾ എന്തൊക്കെ ഗെയിം കളിച്ചാലും വോട്ട് വേണം. അതാണ്, വോട്ട് ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. അപ്പോൾ ആ ടെൻഷൻ ഉണ്ടാവും. കുറച്ച് ഫാമിലി റിലേറ്റഡ് ആയിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇന്റർവ്യൂസിലൊക്കെ, വൈഫ് റോയൽ ഫാമിലി ഡോക്ടറാണ്. റോയൽ ഫാമിലി പറഞ്ഞാലേ ബ്ലഡ് ആണ്, അത്രേ ഉള്ളൂ. അത് വെച്ചാൽ അവളൊരു പ്യുവർ സോളാണ്. അപ്പോൾ അതെങ്ങനെ കണ്ടു പരിചയപ്പെട്ട്, അതെനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ വേറെ ഇൻ്റർവ്യൂസിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇപ്പം നമ്മളിത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതിൽ കാര്യമില്ല, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അങ്ങനെ ഹിന്ദി കുറച്ചുകൂടെ ഫ്ലുവൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചു തുടങ്ങിയത് അവളുമായിട്ട്. അങ്ങനെ പിന്നെ സംസാരിച്ച് നമുക്ക് ഓക്കെ, നമ്മൾക്ക് രണ്ടുപേർക്കും ഒരേ മൈൻഡ് ഉണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഒരുപോലെയാണ് ചിന്തിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കി. ഡോക്ടറാണ്. എനിക്ക് തോന്നുന്നു എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അവളാണ്. പാരൻസ് എൻ്റെ, അതെ തീർച്ചയായിട്ടും അവരും അങ്ങനെ തന്നെയാണ്, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അവർ തൃശ്ശൂരുണ്ട്, ചൂണ്ടൽ. ഇപ്പോൾ നമ്മൾ എറണാകുളത്താണ് താമസം. കാരണം ഇവള് ചില എറണാകുളം ഇവള് ആയുർവേദ ഡോക്ടർ കൂടിയാണല്ലോ. അപ്പോൾ അതിന് അല്ല, ഒന്നാമത് നമ്മളുടെ കല്യാണം കഴിയാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ കല്യാണം ഏപ്രിലുണ്ടാവും അടുത്ത. അപ്പോൾ താങ്ക് യു. നിക്കാഹ് കഴിഞ്ഞു, കൂട്ടി കൊണ്ടുവന്നിട്ടില്ല. അതാണ് ഇപ്പം നേരത്തെ ബിഗ് ബോസ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഈ പറയണത് പോലെ ബിഗ് ബോസിനകത്ത് ഒരു കാര്യം നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അതായത് ബിഗ് ബോസ് എന്ന് പറയുന്നത് പുറത്തെത്തി കഴിഞ്ഞാൽ എനിക്ക് ബിഗ് ബോസ് പോകണവരെ എനിക്കൊരു എന്താ പറയുക, ഒരു നല്ല കുട്ടി ഇമേജ് ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ ഫാൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനകത്ത് PR ടീമുകളുണ്ട്. അപ്പോൾ നമുക്ക് കുറേ ഇപ്പുറത്ത് കുറേ ഹെയ്റ്റ് വരും. അങ്ങനെ കുറേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ വിവാദങ്ങൾ ഉണ്ടാക്കാനും അതല്ലെങ്കിൽ അപ്പോൾ നമ്മൾ അല്ല അത് കഴിഞ്ഞിട്ടും പലരും അത് എപ്പോഴും ആ മൈൻഡിലാണ് പലരും നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഒരു നോട്ടമോ അതല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയും. അപ്പം അങ്ങനെ കുറേ ഇതുണ്ട്, എല്ലാം വളച്ചൊടിക്കുന്ന. അതായത് നമ്മളെ വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് ഉണ്ട് എന്നുള്ള മനസ്സിലാക്കിയിട്ടുള്ള പരിപാടികൾ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ഞാൻ. ഓക്കെ, ഇത് ബിഗ് ബോസ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും പിന്നെ പെട്ടെന്ന് ചോദിച്ചോ. സ്റ്റാർട്ടിങ് ബിഗ് ബോസ് തന്നെ ആയിക്കോട്ടെ. ബിഗ് ബോസ് 24/7 ക്യാമറയാണല്ലോ. അത് ഇറ്റ്സ് ആൻ അനുഗ്രഹമായിരുന്നു, അല്ല അതൊരു ബർഡൻ ആയിട്ടായിരുന്നു തോന്നിയിട്ടുള്ളത്? അത് ചില സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിരിക്കും. ചില സമയത്ത് നമുക്ക് തോന്നും ഈ ക്യാമറ ഒന്നും ഇല്ലായിരുന്നെങ്കിലും. ചില സമയത്ത് ആ ക്യാമറ ഉണ്ടായത് നന്നായി, അത് കാരണം നമ്മൾ ഈ ഒരു സംഭവം ജനങ്ങൾ കണ്ടല്ലോ അങ്ങനെ ചിന്തിക്കും. അപ്പോൾ അത് പറയാൻ പറ്റില്ല, അത് നമ്മളുടെ ഒരു പ്രവൃത്തി എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും. പിന്നെ ഇനിയിപ്പോൾ വീണ്ടും ഒരു അവസരം ബിഗ് ബോസിലേക്ക് വന്നാൽ എന്തായിരിക്കും? അത് അങ്ങനെ വിളിക്കുമ്പോഴല്ലേ അതപ്പോൾ ആലോചിക്കാം. നെക്സ്റ്റ് ഫൈനൽ ഡേയിലുള്ള ഒരു ഇമോഷൻ എന്തായിരുന്നു? ഫൈനൽ 5 എത്തി എന്നുള്ളത് തന്നെയാണ് ഒരു വലിയ ഇമോഷൻ. കാരണം നമ്മൾ അതിലും കൂടി എത്താതെ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ഫൈനൽ 5 എന്ന് പറയുമ്പോൾ ആ ടാഗ് കിട്ടില്ലല്ലോ. അപ്പോൾ അതിലെത്തിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിനോട് ഒരു സോറി പറയാൻ പറഞ്ഞാൽ ഫസ്റ്റ് ആരെയായിരിക്കും പ്രിഫർ ചെയ്യുക? ഇനിയിപ്പോൾ സോറി പറയേണ്ട ആവശ്യമില്ല, ഞാൻ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നു സോറി. അതായത് നമ്മൾ തെറ്റ് ചെയ്തു എന്ന് തോന്നുന്ന ചില ആളുകളടുത്ത് ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞത്. ചില ആളുകളടുത്ത് ഞാൻ അറിയാതെ പലതും പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ സോറി പറയുകയാണ്. അറിഞ്ഞുകൊണ്ട് പറഞ്ഞതുണ്ട്, അവരുടെ അടുത്ത് ഞാൻ സോറി പറയില്ല.
അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അറിയാണ്ടാണോ അറിഞ്ഞിട്ടാണോ പറഞ്ഞെന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ. അവരുടെ ഇതിന്. അതെ അതെ. അതുപോലെ ഒരുപാട് റൂൾസ് ഉണ്ടല്ലോ ബിഗ് ബോസിൽ. അപ്പോൾ ഒരു റൂള് ഒഴിവാക്കാൻ പറഞ്ഞാൽ ഏതായിരിക്കും സെലക്ട് ചെയ്യാം? ഇപ്രാവശ്യത്തെ ഒരുപാട് റൂൾസൊക്കെ ഞങ്ങൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബിഗ് ബോസിനൊന്നും നമ്മൾ വൈൻഡ് ചെയ്തിട്ടില്ല കുറേയൊക്കെ. അതെ. അപ്പം റൂള് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട റൂൾസും അധികം ഇഷ്ടപ്പെടാത്ത തന്നെ റൂൾസ് ആയിരിക്കുമല്ലോ, ഒരുപാട് റെസ്ട്രിക്ഷൻസ് അല്ല. അപ്പൊ എന്നാലും അക്ബറിന് പെട്ടെന്ന് മൈൻഡിലേക്ക് വരുന്ന ഒരു ഇതുണ്ടാവല്ലോ. ഓക്കെ. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയണ പോലെ ഈ ഉറങ്ങി കഴിഞ്ഞാൽ നായ ഉറയ്ക്കുമല്ലോ. അപ്പം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാത്രി 3 മണിക്കൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങുണ്ടാവുക. എന്നിട്ട് നമുക്ക് രാവിലെ പാട്ട് വരികയും ചെയ്യും. അപ്പം നമുക്ക് ചെറിയ ഗ്യാപ്പ്. ഞാനൊക്കെ ആണെങ്കിൽ രാത്രി ഒരുപാട് ഇരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പം നമുക്ക് ഉറക്കം വരും. മോർണിംഗ് ഒക്കെ ഭയങ്കര ഉറക്കം. പക്ഷെ ഉറങ്ങിയ അപ്പോൾ ബിഗ് ബോസ് ഇടപെടും. അപ്പോൾ അതൊന്നും മാറ്റി കഴിഞ്ഞാൽ വരണ പിള്ളേർക്ക് സുഖമായിട്ട്. പക്ഷെ അവർക്ക് കണ്ടന്റ് കിട്ടില്ല. അപ്പോൾ അതാണ് പ്രശ്നം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് സീസണിലേക്ക് വരുന്ന കണ്ടസ്റ്റന്റിനോട് എന്താണ് ആസ് അഡ്വൈസ് അക്ബറിന് പറയാനുള്ളത്? അതിപ്പോൾ എൻ്റെ അഡ്വൈസ് കൊണ്ടൊന്നും കാര്യമില്ല. ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, നമുക്കെല്ലാം ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. എക്സ്പീരിയൻസ് ത്രൂ ആണല്ലോ നമ്മൾ ലെസൺസ് പഠിക്കുന്നത്. അപ്പം അത് വെച്ചിട്ടൊരു അഡ്വൈസ് എന്തായാലും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ പ്രോഗ്രസീവായിട്ട് ഒരുപാട് ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല. അതല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ജെന്യുവനായിട്ട് നിന്നിട്ടും കാര്യമില്ല. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ട് നിൽക്കുക. ഒരുപാട് ജെന്യുവനായിട്ട് നിന്നാലും ഒരുപാട് പ്രോഗ്രസീവ് ചിന്താഗതികളോ അതല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടം ഇങ്ങനെയാണ്, അതല്ലെങ്കിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് വന്നു, അത് ശരിക്കും നമുക്ക് ആ ചിന്തയാണ് വേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് അതല്ല എന്താ പറയുക, ഈ കേരളത്തിലെ ഒരു പൊതുസമൂഹത്തിൻ്റെ, അതായത് പ്രത്യേകിച്ച് ബിഗ് ബോസ് കാണുന്ന ഒരു ഓഡിയൻസിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ട് കിട്ടണമെങ്കിൽ നമ്മളുടെ ഐഡിയോളജിയിൽ നിന്ന് കുറച്ചൊക്കെ മാറി ചിന്തിക്കണം. ഞാനതിൽ നിന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. നമ്മളൊരു നിലയ്ക്കും അങ്ങനത്തെ ഐഡിയോളജിയുമായിട്ട് നമുക്ക് ഒത്തുപോകാൻ പറ്റിയിട്ടില്ല. അപ്പം താങ്ക് യു സോ മച്ച്, യുവർ വാല്യുബിൾ ടൈം ഞങ്ങൾക്ക് തന്നതിന് ഒരുപാട് സന്തോഷം. ഇനി ഒരുപാട് പ്രൊജക്റ്റുകളും ഒക്കെ ആയിട്ട് പാട്ടുകളും ഒക്കെ ആയിട്ട് വിവരങ്ങളിലൊക്കെ താങ്ക് യു. 1-to-1 മീഡിയ, അതായത് ഒരുപാട് പാട്ടുകളും മലയാള സിനിമയിലെ വ്യക്തമായിട്ടുള്ള സാന്നിധ്യം കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൊടുത്തിട്ടുള്ള ഒരു മീഡിയയാണ് 1-to-1. ഖത്തറിൽ ബേസ്ഡ് ആണത്. അപ്പം 1-to-1 മീഡിയ 10 വർഷം തികഞ്ഞിരിക്കുകയാണ്. അപ്പം എല്ലാവിധ ആശംസകളും. ഇന്ന് 10 വർഷം തികയുന്ന 1-to-1 മീഡിയയ്ക്ക് എല്ലാവിധ ആശംസകളും. ഇനിയും ഒരുപാട് നല്ല നല്ല വർക്കുകളും പ്രൊജക്റ്റുകളും ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഒരു പാട്ടിൻ ഈണം കേൾക്കണ്, എൻ കാതിൽ വന്ന് കഥ ചൊല്ലണ്, എന്റെ കാട്ടിൽ ചോലക്കിളിയേ, കര കാണാൻ കടലിൽ, കര കാണാൻ ഒരു നാളിൽ, മരമുകിലായി ഞാൻ പാടാം എന്റെ ഓല